ഹായ് സുഹൃത്തുക്കളെ, 2026 ജനുവരി 13 ശുക്രൻ വീണ്ടും മാറുകയാണ്. അപ്പം ഈ വർഷത്തെ 2026 ആദ്യ ശുക്രമാറ്റമെന്ന് പറയാം. അപ്പോൾ ഈ ശുക്രൻ മാറുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്, സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ശുക്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിളിക്കാതെ കയറി വരുന്ന ഒരു അതിഥി വരുന്ന മാതിരിയാണ് ശുക്രൻ്റെ വരവെന്ന് പറയുന്നത്. ഇപ്പം ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രൻ മകരരാശിയിലേക്ക് മാറുകയാണ്. മകരരാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പം ഈ ശുക്രൻ്റെ ആയിട്ടുള്ള വരവ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് മെയിനെന്ന് പറഞ്ഞാൽ ഈ ശുക്രദശയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ കുറേ കൂടെ അവർക്കൊരു 10 ടൈംസ് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 10 ഇരട്ടി ഗുണം വരും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ രാശിയിലും ശുക്രൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ധനം വരും. അഥവാ ശുക്രൻ്റെ മേളിൽ ശനി വന്നാലും ശുക്രൻ്റെ മേളിൽ വ്യാഴം വന്നാലും നമുക്ക് ധനം വരും. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഇപ്പം ശനിയുടെ രാശിയിലോട്ടാണ് ഇപ്പം ഈ ഒരു പറയുന്ന ഈ നമ്മുടെ ശുക്രൻ മാറുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് റിഫർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ രാശിയുടെ മിത്രങ്ങൾ. ഇവിടെ ശുക്രൻ്റെ മിത്രങ്ങളെന്ന് പറഞ്ഞാൽ ബുധൻ ശുക്രൻ്റെ മിത്രമാണ്, അതുപോലെ ഗുരു മിത്രമാണ്, ശനി മിത്രമാണ്, അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ എക്സംഷൻ കേസാണ്. അതിൻ്റെ കാര്യമുണ്ട്. കാരണം നല്ല രാഹു ശുക്രൻ്റെ കൂടെ വന്നതിന് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടി കിട്ടും. അതേസമയം അഴുക്ക് രാഹു ശുക്രൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടി കിട്ടും. എങ്ങനെയായാലും ശുക്രൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ മിത്രഗ്രഹങ്ങളിൽ ബുധൻ ശനി ഗുരു ബുധൻ ശനി ഗുരു കൂടാതെ ഈ രാഹുവും ഉൾപ്പെടുമെന്ന് മനസ്സിലാവുക. അപ്പോൾ അതേമാതിരി നമ്മൾ അവിടെ നോക്കേണ്ട ഈ ശുക്രനുമായിട്ട് ബാഡായിട്ട് നിൽക്കുന്ന അഴുക്ക് ശുക്രനുമായിട്ട് ശത്രുതയുള്ള ഗ്രഹങ്ങൾ. അപ്പോൾ ഈ ശത്രുതയുള്ള ഗ്രഹങ്ങൾ വന്ന ചന്ദ്രന്, കേതുവ്, സൂര്യന് ഒരു അത്രയില്ല, എന്നാലും ആ ഒരു ശത്രുഗ്രഹത്തിൻ്റെ പട്ടികയിൽ പെട്ടതാണ്. സപ്പോസ് ഇപ്പോൾ ശുക്രനും ചന്ദ്രനും കൂടെ ജോയിൻ ചെയ്ത് നിൽക്കുക എന്നൊരു അവിടെ പ്രോപ്പർട്ടി ലോസ്, ചാൻസ് ഓഫ് ഡൈവേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശത്രുത നിൽക്കുമ്പോൾ അങ്ങനെയാണ്. മിത്രങ്ങളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു രീതി അനുകൂലമായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ശുക്രനും ബുധനും വന്ന ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അങ്ങനെ പല ആംഗിളിൽ നിന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഡീപ്പായിട്ട് ഓരോ പോകുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതുപോലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ 6ലും 8ലും ഹൗസിൽ വരുന്നതെന്ന് അത്ര നല്ലതായിട്ടുള്ള അല്ലെന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഈ ശുക്രൻ്റെ വരവ് ഒരു 6 രാശിക്കാർക്ക് കുറച്ച് നല്ല കാലമാണ്, ബാക്കിയുള്ളവർക്ക് മോശമാണെന്നല്ല. അവരുടെ കാര്യം ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ശുക്രനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ബാറ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട്, ഡാൻസ്, ഇതൊന്നും ഇഷ്ടമല്ലാത്ത മനുഷ്യരല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള മിക്കവാറും ഉള്ള ഫിലിം ഫീൽഡുമായിട്ട് ഇങ്ങനെയുള്ളത്, പിന്നെ ബെഡ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അല്ലെന്നൊരിൽ ഒരു ചില ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ ഉള്ള പല ആംഗിളും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈവൻ സപ്പോസ് ഈ പറയുന്ന നമുക്ക് പ്രാവ്, അല്ല മയില്, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിയുള്ള സാധനം. അപ്പോൾ ഇതൊക്കെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള ആംഗിളിൽ നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച കൊണ്ടുവരുന്ന സംഭവമാണ്. കാരണം ഒരു ലേഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആംഗിളാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ്, ഇപ്പോൾ സപ്പോസ് ശുക്രൻ ബാഡായി കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഇമ്പാക്റ്റ് ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല, നമ്മൾ 3, 4, 5 കാര്യങ്ങൾ റിഫർ ചെയ്തിട്ടാണ് ഡൈവേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തതായിട്ടുള്ള ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സയൻസാണ് നമ്മുടെ ബൃഹനാടി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗിളിലുള്ള കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് പോകുന്നത്. കാരണം വേദിക് ആസ്ട്രോളജിയുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്, ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ പ്രഡിക്ഷൻ പാർട്ടി വരുമ്പോൾ അക്യുറസി പാർട്ടിൽ ഇവിടെ വളരെ കാര്യങ്ങൾ ഓരോ ആൾക്കാരെ പറ്റി ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയാൻ പറ്റുമെന്നുള്ളതാണ്. സപ്പോസ് ലൈഫിൽ കോർട്ട് കേസ് ഉണ്ടാകുമോ, അല്ലെന്നിട്ട് നമുക്ക് ലൈഫിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ, ഗൾഫിൽ പോകാൻ പറ്റുമോ, ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഫോറിൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു ബൃഹനാടി അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത. അതുപോലെ ഈ മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറാണ്,
നമ്മുടെ സെക്സ് ഓർഗൻ യൂറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രഹം 6, 8 ഹൗസിലെ ഈ ശുക്രൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾ, അല്ലെങ്കിൽ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അതേമാതിരി പ്രത്യേകിച്ച് കേതു 15926103711 എന്ന ഈ ഏതെങ്കിലും ആംഗിളിൽ ശുക്രമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്നിരിഞ്ഞുള്ള പല അസുഖങ്ങളും ലേഡീസ് ആയാലും ജെൻസ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ടാകുമെന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റോട് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ ഓരോ വ്യക്തികളെ പറ്റി മെഡിക്കൽ അസ്ട്രോളജിയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ മനസ്സിലാക്കുക. കാരണം എല്ലാ വ്യക്തികളും ഒരു പ്രാവശ്യം ലൈഫിൽ വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ആയിട്ടുള്ള ഏതൊക്കെ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ദോഷമുണ്ടോ, നല്ലതാണോ അഴുക്കാണോ എല്ലാം അറിഞ്ഞു വെക്കുന്നത് ഒരു പ്രാവശ്യം നല്ലതാണ്. അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ലൈഫ് ഏതൊക്കെ പ്ലാനറ്റ് പോസിറ്റീവായി നിൽക്കുന്നു, നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നെല്ലാം അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ ശുക്രൻ്റേതായിട്ടുള്ള പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം ഇതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ഇടവൻ രാശിയുടെ ലഗ്നാധിപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ്. അപ്പോൾ ഇവിടെ 3 നാളുകളാണ് കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ അരഭാഗം. അപ്പം ഈ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ അര. അപ്പോൾ ഇവിടെ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയപ്പെട്ടാണ്. അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ബുധകർമ്മയപ്പെട്ടാണ്. മകരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ഗുരുകർമ്മയപ്പെട്ടാണ്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കർമ്മങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു കർമ്മ മനസ്സിന് മാറുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ രീതികളിലെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളും നമ്മുടെ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ കർമ്മം നോക്കി തന്നെ നമുക്ക് പല കർമ്മം അല്ലെങ്കിൽ ഓരോ രാശ്യാധിപനെ അല്ലെങ്കിൽ നക്ഷത്രനാഥൻ, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് തന്നെ നമുക്ക് ഓരോ പല കാര്യങ്ങളും ഓടിച്ച് പറയാൻ പറ്റും എന്നുള്ളതും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് ഒരാളെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കും. തുലാൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതേമാതിരി ഇതിൻ്റെ നാളുകളെന്ന് ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം. ഇത്രയാണ് ഇതിനകത്തെ 3 നാളുകൾ. അതുപോലെ ചിത്തിരയെ ഭരിക്കുന്ന ചൊവ്വയാണ്, ശുക്രകർമ്മയാണ്. അതുപോലെ ചോതിയെ ഭരിക്കുന്ന രാഹുവാണ്, ശനികർമ്മയാണ്. അതുപോലെ വിശാഖത്തെ ഭരിക്കുന്ന വ്യാഴമാണ്, രാഹുകർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഈ കർമ്മം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ ഒരു കർമ്മത്തിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ പല രീതികൾക്കും സ്വഭാവങ്ങൾക്കും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതേപോലെ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് ഇപ്പം 4-ലോട്ടാണ് വരുന്നത്. 4 എന്ന് പറയുമ്പോൾ പൊതുവെ നല്ല സ്ഥാനമാണ്. അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ, പുതിയ വീട് പണി ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അമ്മയുടെയൊക്കെ ആരോഗ്യം പറ്റിയിരിക്കും. അമ്മമാരോടൊക്കെ നല്ല സ്നേഹസൗഹാർദ്ദത്തോടെ ജീവിക്കാൻ, നല്ല അവരെ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വന്ന് അമ്മയെ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വണ്ടി മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേമാതിരി വീട് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനോ, വീട് തറക്കല്ലിടാനോ അല്ലെന്നൊരു അങ്ങനെ ചെയ്യാനോ, അതുപോലെ മുടങ്ങിക്കിടന്ന് എന്തെങ്കിലും പണിയുണ്ടെന്നൊരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൃഷി ചെയ്യുന്നവർക്ക്, നാൽക്കാലി കൃഷി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് മിൽമ റിലേറ്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല ഒരു സമയമാണ്. അതുപോലെ കൃഷിയിൽ നിന്നൊക്കെ നല്ല ആദായം എടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല തൊഴിലിൽ നിന്നിരുന്ന പല തടസ്സങ്ങളും മാറാൻ, തൊഴിൽ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, ഹയറായിട്ടുള്ള എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ഇതിൽ നിന്നുള്ള ഒരു നല്ല CV ഒക്കെ അയച്ച് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്തെങ്കിലും കാത്തിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പം അതിൽ നിന്നുള്ള ഒരു ഇത് ചെയ്യാനോ അല്ലെ ത്രൂ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ ഒരു ജോബ് സംബന്ധമായിട്ടോ ഉള്ളതോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെയിം, അതിൽ നിന്നുള്ള നെയിം ആൻഡ് ഫെയിം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കൊണ്ടാകാനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണിപ്പം. ജോലിയിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ രീതിയിലുള്ള ലാഭം കിട്ടാനുള്ള അല്ലെങ്കിൽ ബോണസ് മാതിരിയുള്ള കിട്ടാനുള്ള സാഹചര്യങ്ങൾ,
അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരില്ല. അതിനകത്ത് അനുകൂലമായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ, പുതിയ കരാറുകൾ കിട്ടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല ഇവരുടെ ഗൾഫിലെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഇവിടെ ശനിയൊക്കെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതും അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ളത്. വിസ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഇഷ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം സോൾവ് ആയിട്ട് എളുപ്പം വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ഉള്ള ആൾക്കാർക്ക് അത് മാറാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പം പൊതുവെ അത്ര തെറ്റില്ലാത്തതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് നിൽക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഇവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ അത് മാറാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. പൊതുവേ എന്തെങ്കിലും പ്രത്യേകിച്ച് അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള വയറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്മുടെ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനെ ഒരു പരിധി വരെ ഒരു കൺട്രോളിലാകാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് ശുക്രത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം കൊണ്ട് നിലവിൽ നിൽക്കുന്നത്. അതുപോലെ ലോട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഇച്ചിരി അനുകൂലമായിട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യം അങ്ങനെ ഇങ്ങനെ. കാരണം ഇവരുടെ ഇത് രാശി വെച്ചിട്ടുള്ള ഫലമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബർത്ത് ഒരു പ്രാവശ്യവും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൃഹനാഡി അസ്ട്രോളജിക്കകത്ത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. കാരണം സപ്പോസ് ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഫോറിൻ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ജോബ് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു കുട്ടികൾ ഉണ്ടാകാൻ പറ്റുമോ, അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ചൈൽഡ് ബർത്ത് ഉൾപ്പെടെ ഫോറിൻ സെറ്റിൽമെൻറ്റ്, അതായത് ചില ആൾക്കാർക്ക് വെളിയിൽ പോകാനുള്ള യോഗമില്ല, അപ്പോൾ അത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയം, ഇങ്ങനെയൊക്കെ ഏറ്റവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രത്യേകിച്ച് ട്രാൻസിഷൻ നോക്കി പറയുന്നത് അത് അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത് കാരണം അതിനകത്ത് പല രീതിയിലുള്ള കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1592617 371148 അങ്ങനെ പല ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ കയറി കണക്ട് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബൃഹനാഡി, നക്ഷത്രനാഡി, വേദിക് അസ്ട്രോളജി അല്ലെങ്കിൽ KP അസ്ട്രോളജി, ലാൽ കിതാബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിൽ പഠിക്കുക, അല്ലെങ്കിൽ ന്യൂമറോളജി, അതുപോലെ നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ബ്രാൻഡിന് നല്ല പേര് സെലക്ട് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക്, കാരണം പണ്ടത്തെ മാതിരില്ല, ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പ് കോളിൽ നിന്ന് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം സാറ്റലൈറ്റ്സിൻ്റെ സഹായത്തോടെ കാണാനും എടുക്കാനും ഒക്കെ ഉള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നതിന് ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു റെമഡി പാർട്ടിൽ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ശുക്രനെ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ശുക്രന് ഏതൊക്കെ ശത്രുഗ്രഹങ്ങളുണ്ട്, ശുക്രന് ഏതൊക്കെ മിത്രഗ്രഹങ്ങളുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗ്രഹങ്ങളിലെ നമ്മൾ വൃത്തിയായിട്ട് ഏതെങ്കിലും ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നെഗറ്റീവ് ആകാം. മാത്രമല്ല ഈ 6, 8 പൊസിഷന് അങ്ങനെ ശുക്രന് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശുക്രനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ ആ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ, ചക്കേല മഞ്ഞൾ പൊടി എടുത്തിട്ട് കുളിക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുളിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഒരു ആൻറ്റി ഇതായിട്ടുള്ള ഒരു ഏജൻ്റാണ്. പല രീതിയിലുള്ള നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും എടുക്കാനും ഒക്കെ ഉള്ള നല്ല ഒരു സംഭവം കൂടെയാണ്. അതേമാതിരി ശകലം കുങ്കുമം എടുത്ത് നമുക്ക് പാലിനകത്തിട്ട് കുടിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാം. ശുക്രൻ മാത്രമല്ല, അവിടെ നമുക്ക് ഗുരുവും കൂടെ പോസിറ്റീവ് ആകും. ശകലം സാപ്രോൺ, അതായത് കുങ്കുമം, അതായത് സിന്ദൂരമല്ല കുങ്കുമം, ആ കുങ്കുമം ശകലം സാപ്രോൺ എടുത്തിട്ട് പാലിലിട്ട് കുടിക്കുന്നത് ശുക്രനെ ഈ പറഞ്ഞ വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതേപോലെ കീ കൊണ്ട് തിലകം തൊടുക, ഈ പറഞ്ഞ വെണ്ണ കൊണ്ട് ചെറിയ തിലകം തൊടുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞളയൊക്കെ ഇട്ടിട്ട് തിലകം തൊടുന്നതെന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ പശുവിനെ ഫീഡ് ചെയ്യുന്നത്, കാറ്റലിനെ ഫീഡ് ചെയ്യും. കാരണം പശുവൊക്കെ ഈ ഒരു ആംഗിളിൽപ്പെട്ട ഇതാണ്. അതുപോലെ അന്തർക്ക് ഗീ ദാനം ചെയ്യുക, ഈ പറഞ്ഞ വെണ്ണ, നെയ്യ് ഒക്കെ അന്തർക്ക് ദാനം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ടെമ്പിളിലോ അതുമായിട്ട് പള്ളിയെ റിലേറ്റഡ് ആയിട്ടുള്ള അവരോട് വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ദാനം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ശുക്രൻ അവിടെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. അതുപോലെ കൽക്കണ്ടം ദാനം ചെയ്യുക, പ്രത്യേകിച്ച് മുടന്തര, കണ്ണ് കാണാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ
കൽക്കണ്ടം ദാനം ചെയ്യുന്നത്. അതുപോലെ പനിനീരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ്. അത് വേറൊരു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ മാല കിട്ടി ഇത് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശുക്രനെ വളരെ ആക്കാനുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഭൈരവി ലക്ഷ്മിയും വ്രതമെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അതുപോലെ ശുക്രൻ്റെ മൂലമന്ത്രം വേണമെന്നൊരു ജപിക്കുന്നത് നല്ലതാണ്. ദുർഗാമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ ആക്കാനുള്ള നല്ല കർമ്മങ്ങളാണ്. അതുപോലെ വെള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അതുപോലെ തൈരൊക്കെ എന്ന് പറഞ്ഞാൽ തൈരിട്ടിട്ട് ഇച്ചിരി ശകലം തൈര് ശകലം തൈരിട്ട് കുളിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാണ്. അതുപോലെ ഈ ഗീയും കൊണ്ട് വെണ്ണ കൊണ്ട് തിലവം തൊടുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അത് കാര്യങ്ങളാണ്. അതുപോലെ വെണ്ണ നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്പലത്തിൽ ദാനം നൽകുന്നത്, പ്രത്യേകിച്ച് വെണ്ണ ദാനം ചെയ്യുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള ഒരു കർമ്മമാണ്. പ്രത്യേകിച്ച് പറഞ്ഞ മാതിരി കൽക്കണ്ടം ഒക്കെ ദാനം ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശുക്രനെ പോസിറ്റീവാക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.